നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെ KSU-SFI സംഘർഷം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി CITU-വിന്റെ നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ഏരിയയിലെ തോട്ടം തൊഴിലാളികൾ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. അതിരപ്പള്ളി പഞ്ചായത്തിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ക്രീനിംഗ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെ KSU-SFI സംഘർഷം. പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ കലോത്സവം തടസ്സപ്പെട്ടു. മാള ഹോളി ഗ്രേസ് കോളേജിലാണ് ഇത്തവണ D-സോൺ അരങ്ങേറുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഘർഷം നടന്നത്. കലോത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. കമ്പിവടികൾ ഉപയോഗിച്ച് ഇരുവിഭാഗവും അർദ്ധരാത്രിയോടെ ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമായിരുന്നില്ല. കസേരകളും മറ്റും തല്ലി തകർത്ത നിലയിലാണ്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരുമായി പോയ ആംബുലൻസിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. മുരിങ്ങൂരിൽ പെട്രോൾ പമ്പിന് സമീപം വെച്ചായിരുന്നു ആംബുലൻസ് ആക്രമിച്ചത്. നിലവിൽ കലോത്സവം നിർത്തിവച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച കലോത്സവം സമാപിക്കാൻ ഇരിക്കെയാണ് സംഘർഷം നടന്നത്. D-സോൺ കലോത്സവ വേദിയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസിന് നേരെ കൊരട്ടിയിൽ SFI പ്രവർത്തകരുടെ ആക്രമണം. കണ്ടാലറിയുന്ന 4 SFI പ്രവർത്തകരുടെ പേരിൽ കൊരട്ടി പോലീസ് കേസെടുത്തു. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ ദേശീയപാതയിൽ കൊരട്ടി ലത്തീൻ പള്ളിക്കു സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചിറങ്ങുമ്പോൾ കാറിൽ വന്ന സംഘം ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. കാർ ആംബുലൻസിന്റെ മുന്നിലിട്ടായിരുന്നു ആക്രമണം. ഡ്രൈവർ ആംബുലൻസ് വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോയി. വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ അടക്കമുള്ളവരായിരുന്നു. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന D-സോൺ കലോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായ KSU-SFI സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റ KSU പ്രവർത്തകർക്ക് ചാലക്കുടിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി തിരിച്ചു പോകുമ്പോൾ പിന്തുടർന്നെത്തിയ SFI പ്രവർത്തകർ ആംബുലൻസിന്റെ മുൻവശത്തെ ഗ്ലാസും മറ്റും അടിച്ചു തകർക്കുകയായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി CITU-വിന്റെ നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ഏരിയയിലെ തോട്ടം തൊഴിലാളികൾ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാലക്കുടി DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, CITU കൊടകര ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന PC ഉമേഷ്, PG വാസുദേവൻ നായർ, AK പ്രേംദാസ്, PS സത്യൻ, PT ജോയ് എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ ജീവനും തങ്ങൾ ആർജിച്ച സ്വത്തും അല്ലെങ്കിൽ ജീവിത സൗകര്യവും എല്ലാം നശിപ്പിക്കപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് വനമേഖലകളിലാകെയുള്ളത്. വനമേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ കൃഷിഭൂമിയുടെ പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ, തങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത മരങ്ങൾ തങ്ങൾക്ക്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. അളഗപ്പ നഗർ വെണ്ടോർ സ്വദേശികളായ കൈതവളപ്പിൽ മനോജിന്റെ മകൻ വികാസ്, പൂക്കോടൻ ജോഷിയുടെ മകൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. കല്ലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകരുടെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയമിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായാണ് പോസ്റ്റർ ഇറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. DCC പ്രസ് ക്ലബ്ബ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്നിവയ്ക്ക് മുന്നിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം തുടർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി അതിരപ്പള്ളി പഞ്ചായത്തിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എലിഞ്ഞിപ്ര ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററും വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ സ്ക്രീനിംഗ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജീവ് R ഉദ്ഘാടനം ചെയ്തു. ജനുവരി 30 മുതൽ ആരംഭിക്കുന്ന അശ്വമേധം 6 പരിപാടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ചും ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ ക്ലാസ് നടത്തി. സ്ത്രീയും ആർത്തവവും എന്ന വിഷയത്തെക്കുറിച്ച് പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ മിനിമോൾ NK ക്ലാസ് നടത്തി. സാന്ത്വന പരിചരണത്തെക്കുറിച്ച് സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് സിനി തോമസ് വിശദീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് MM സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ഷീജ മധു നന്ദിയും പറഞ്ഞു. എങ്കിലും നമ്മുടെ നാട്ടിൽ കൂടുതലും മരണം സംഭവിക്കുന്നത് TB രോഗം കൊണ്ട്. അതിന് കാരണമുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് മുൻകൂട്ടി തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായി? അപ്പോൾ മുൻകൂട്ടി തിരിച്ചറിയണമെന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിച്ച് കംപ്ലീറ്റ് ഭേദമാക്കാൻ സാധിക്കും. KK രാമചന്ദ്രൻ MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ 22 ലക്ഷം രൂപ അനുവദിച്ച് നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. KK രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് എന്നിവർ സംസാരിച്ചു. പരിസര ശുചീകരണത്തിന് മാതൃകയായി സ്കൂൾ വിദ്യാർത്ഥികൾ. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ സാർത്ഥക്, ഐസക് സൈമൺ, 6ാം ക്ലാസ് വിദ്യാർത്ഥി ഗ്ലോറിയസ് സേമു എന്നിവർ ചേർന്നാണ് വീടിനു സമീപത്തുള്ള തലക്കാട്ടിക്കുളത്തിന്റെ പരിസരം ശുചീകരിച്ചത്. സ്കൂൾ വിട്ടുവന്നാൽ വീടിനടുത്തുള്ള കുളക്കരയിൽ 1.5 മണിക്കൂറോളം സൈക്കിളും ഫുട്ബോളുമൊക്കെയായി ഇവർ കളിക്കാനിറങ്ങുന്നത് പതിവായിരുന്നു. അതിനിടയിലാണ് ഇവർ പരിസര ശുചീകരണത്തിന് സമയം കണ്ടെത്തിയത്. ശുചീകരണത്തിന്റെ ഭാഗമായി സാമൂഹ്യ വിരുദ്ധർ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റും ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7510 രൂപ, പവന് 60,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ KSU SFI സംഘർഷം.
വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി CITU-വിന്റെ നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ഏരിയയിലെ തോട്ടം തൊഴിലാളികൾ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. അതിരപ്പള്ളി പഞ്ചായത്തിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ക്രീനിംഗ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.